ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ട് ഗ്ലെൻ മാർക്കിൽ. അപ്പോൾ ഒരു ആപ്പിൽ ടച്ച് ചെയ്ത് വരുന്നു, അതിന് റിസൾട്ട്സ് എടുത്തു. അപ്പോൾ എൻ്റെ സ്റ്റോക്ക് സെലക്ഷൻ ക്രൈറ്റീരിയകളൊക്കെ മാച്ച് ചെയ്യപ്പോഴാണ് ട്രേഡ് എടുത്തത്. ഞാൻ അപ്പ് സ്റ്റോക്കിൽ നോക്കിയിട്ട് ഞാൻ ട്രേഡ് എടുക്കുന്നത് 5 ഇയേഴ്സിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ അവൈലബിൾ ആയിട്ടുള്ള 5 ഇയേഴ്സിൽ മാത്രമാണ്. അപ്പ് സ്റ്റോക്കിൽ അത് മിക്ക സമയങ്ങളിലും ഇത് അവർ ക്ലോസ് ചെയ്ത് വെക്കുന്ന, ബാൻ ചെയ്ത് വെക്കുന്ന അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ 5 ഇയേഴ്സിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതായത് നിങ്ങൾക്ക് പൊസിഷൻസ് നോക്കി കഴിഞ്ഞാൽ കാണാം 235 രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റിസ്ക് റിവാർഡ് ഞാൻ യൂസ് ചെയ്യുന്നത് 1:2 ആണ്. ഇത് 1000 രൂപ ലോസ് അല്ലെങ്കിൽ 2000 രൂപ പ്രോഫിറ്റ്, അങ്ങനെയാണ്. ഒന്നിൽ 1000 രൂപ ലോസിനെ ബുക്ക് ചെയ്യാം, 2000 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ ഇത് മേലോട്ട് പോകേണ്ടത് നമുക്ക് നോക്കാം ഇതെങ്ങനെ എൻഡ് ആവുന്നത്. 554 രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. 2000 എൻ്റെ ടാർഗറ്റ്. ഓക്കെ, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. എൻ്റെ ഒരു ഇപ്പോൾ 385.10 ഇപ്പോൾ 20 പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ 390.65 നിന്നുണ്ട് ടാർഗറ്റ്. റെഫറൻസ് സ്റ്റോക്ക് ഒന്നുകൂടി മേലേക്ക് കയറി പോയിട്ടുണ്ട്. ഇപ്പോൾ 747 രൂപയ്ക്കാണ് പ്രോഫിറ്റ് കാണിക്കുന്നത്. നമുക്കിന്ന് 800 ആയിരിക്കുന്നു. നമുക്ക് നോക്കാം ഇത് എത്രത്തോളം പോകും. നമുക്കിന്ന് ടാർഗറ്റ് തരുമോ? എൻ്റെ ടാർഗറ്റ് 2000 രൂപയാണ്. ഓൾമോസ്റ്റ് 2000 രൂപ, 1900 സംതിങ്ങോ 2000. ഇപ്പോൾ 983 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ 1000 രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, 1000 രൂപ എന്ന് പറയുന്ന നമ്പർ കാണാൻ ഒരു ഭംഗിയാണ് അല്ലേ? 1038 അങ്ങനെ കുറഞ്ഞ് കാണുമ്പോൾ. നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ ടാർഗറ്റ് 388 ആയിട്ടുണ്ട്. ആയിരത്തി 224, 260, 1300, 1288, ചിലർ ഇങ്ങനെ ഒരു 1000 രൂപയുടെ പ്രൈസ് കണ്ടിട്ട് സ്റ്റോക്ക് ഇപ്പോൾ താഴോട്ട് പോകണമെന്ന് ബുക്ക് ചെയ്യാൻ നോക്കും. കാരണം ഓൾറെഡി 1000 രൂപ റിസ്ക്കിലാണ് ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല ഞാൻ ട്രേഡ് ചെയ്യുക. ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 1000 രൂപ എനിക്ക് നഷ്ടം വന്നതിന് ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് 2000 രൂപ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം 272 ഡൗൺ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ വെയിറ്റ് ചെയ്യും. അതെൻ്റെ ഒരു സ്ട്രാറ്റജി പ്രകാരം അങ്ങനെയാണ്. ഓക്കെ, കണ്ടോ ഫ്ലക്ച്വേഷൻ ചെയ്യണമല്ലോ. എന്ന് ചെയ്യണം നമ്മൾ. കുറേ ആൾക്കാർ പാനിക്കാവും, അത് നമ്മുടെ നഷ്ടം വരുമോ എന്നൊക്കെ പേടിച്ചിട്ട്. അങ്ങനെയല്ല, നമ്മുടെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ കറക്റ്റാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി കറക്റ്റാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മന്ത് എൻഡിൽ പ്രോഫിറ്റ് ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏത് സ്റ്റോക്കിനും താഴോട്ട് വരും, മേലോട്ട് പോകും. ഓക്കെ, ഇതെടുത്ത് നോക്കി തന്നെ അറിയാം. കണ്ടോ, ഒരു സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് താഴോട്ട് വരും. കുറച്ചും കൂടി സ്റ്റോക്ക് മേലോട്ട് പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇപ്പോൾ എത്ര പ്രോഫിറ്റ് ആയിരുന്നു. ആയിരത്തി 1208. ഹൈ എത്രയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? 388.70.
ഓക്കെ, ഇപ്പോൾ സ്റ്റോക്ക് കുറച്ച് റീപ്ലേസ്മെൻ്റ് ആവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഐ വെയിറ്റ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പട്ടിയിടുന്ന വർക്കിൻ്റെ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാത്തൊരു സ്റ്റോക്ക് ഇതിന് മുന്നേ മേടിച്ചവർ അവർ വിറ്റ് ലാഭം എടുക്കും. അപ്പോൾ സ്റ്റോക്ക് നിന്ന് താഴോട്ട് വരും. അവിടെ സ്റ്റോക്ക് മേലോട്ട് പോകാൻ ടെൻഡൻസി ഉള്ള സ്റ്റോക്കാണ്. അതിന് മൂവ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ടെങ്കിൽ അത് തിരിച്ച് പോയിരിക്കും. പക്ഷെ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, നമ്മൾ പേടിക്കാണ്ട് വെയിറ്റ് ചെയ്യണം. അതിലാണ് നമ്മുടെ ഒരു ഇതിരിക്കുന്നത്, സക്സസ് ഇരിക്കുന്നത് ഒരു ട്രേഡർ എന്ന രീതിയിൽ. ഓക്കെ, അല്ലാണ്ട് പാനിക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രേഡിങ്ങിന് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ലൈവ് ട്രേഡിങ് നടത്തുന്നതുകൊണ്ട് സോറി, ഇപ്പോൾ ഡോഗിൻ്റെ കുറേയുണ്ട്, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇത് എത്രയും നോക്കാം. ഓക്കെ, 1508 ഉണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതായത് അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 390.65 നമുക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ ലൈവ് ട്രേഡ് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈക്കോളജി എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ നഷ്ടം വരുമ്പോൾ പേടിക്കരുത്, നഷ്ടം സ്വീകരിക്കണം, നമ്മൾ ലാഭം സ്വീകരിക്കണം. ലാഭം നമ്മൾ പ്രതീക്ഷിച്ച ലാഭം വരുമ്പോൾ വിൽക്കാൻ പാടുള്ളൂ. നിങ്ങൾ ലാൻഡോ നിങ്ങളൊരു കാറ് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലാഭം വരുമ്പോഴല്ലേ വിൽക്കുള്ളൂ, അല്ലാണ്ട് നഷ്ടത്തിന് വിൽക്കാൻ നോക്കും. പരമാവധി ലാഭം കിട്ടുന്നവരെ വെയിറ്റ് ചെയ്ത്, ശരിയല്ലേ? അതേപോലെ തന്നെ ട്രേഡിങ്, അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ 1675 ആയിട്ടുണ്ട്. 1700 ആയിട്ടുണ്ട്. വീണ്ടും കുറച്ച് ഡൗൺ ആയി. നോ പ്രോബ്ലം, നമുക്ക് നോക്കാം, ചാർട്ടിൽ നോക്കാം. ചാർട്ടിൽ ഡൗൺ വന്നിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ്. 390 എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഒരു പോയിൻ്റാണ്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മളതൊന്നും ആലോചിക്കരുത്. നമ്മുടെ റിസ്ക് ടു റിവാർഡിൽ കിട്ടണം, എന്നാലേ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് വെയിറ്റ് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. ഓക്കെ, സാധാരണ ഇങ്ങനെ ബ്രാക്കറ്റ് ഓർഡറൊക്കെ ഇട്ടിട്ട് ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ സ്ട്രാറ്റജി പ്രകാരം, അതായത് പ്രോപ്പറായിട്ട് ബ്രാക്കറ്റ് ഓർഡറൊക്കെ ഇട്ടിട്ട് ഞാൻ അധികം നോക്കാറില്ല. അതുകൊണ്ടാണ് ലൈവ് ട്രേഡിങ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നത് കുറച്ചും കൂടി ടെൻഷനായിട്ടുള്ള കാര്യമാണ്. ടെൻഷനല്ല, നമ്മളിങ്ങനെ മൈൻഡ് ഇങ്ങനെ അത് നോക്കി കൂടുന്നതും കുറയുന്നതൊക്കെ നോക്കി ശരിക്കും മൈൻഡിനൊരു സ്ട്രെസ്സാണ് സത്യം പറഞ്ഞത്. സത്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല ട്രേഡിങ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രോഫിറ്റ് ഡൗൺ ആയി. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇതിപ്പോൾ പ്രോഫിറ്റ് ഡൗൺ ആയപ്പോൾ ആൾക്കാർ ബുക്ക് ചെയ്യാൻ തുടങ്ങും. ബിഗിനേഴ്സൊക്കെ ബുക്ക് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടിയല്ലോ, എന്തിനാണ് കളയണം എന്നൊരു മൈൻഡ് വരും. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്തെന്ന് പറയുന്നത്, കാരണം സ്റ്റോക്കിന് മൂവ് ചെയ്യാനുള്ളൊരു ഇതുണ്ടെങ്കിൽ അത് തിരിച്ച് കയറും. നമ്മത് വെയിറ്റ് ചെയ്യണം. ഒരു എക്സ്പീരിയൻസ് കൂടെ നമുക്ക് കിട്ടുള്ളൂ. ലെറ്റ്സ് സീ എങ്ങനെ പോകുന്നു.
ഫുള്ള് റെക്കോർഡ് ചെയ്യുന്നതിൽ ഇത് എന്താണ് വീഡിയോ ലെങ്ത് വളരെ വലുതാവും. അത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അനുസരിച്ചായിരിക്കും ഞാൻ വീഡിയോ കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാൻ. ചാർട്ടൊന്ന് നോക്കാം. ഓക്കെ, ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. നമുക്ക് റെഡ് ക്യാൻഡിൽ എവിടം വരെ പോകും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമോ അത് മേലോട്ട് പോകും നോക്കാം. ബ്ലാക്ക് ക്യാൻഡിൽ ഇട്ട് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. ലെറ്റ്സ് സീ. ഞാനിത് വീഡിയോ ഇത്രയും ലോങ് ആയതുകൊണ്ട് ഞാനിനി ടാർഗറ്റ് വരുമ്പോൾ ടാർഗറ്റ് ഹിറ്റ് ആകുമ്പോൾ പ്രോഫിറ്റ് ലോസ് വരുമ്പോഴായാലും ഞാനിനി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ നോക്കി കാണാം, നമ്മൾ നേരത്തെ പ്രോഫിറ്റ് 1500 മേലെ കണ്ടത് തിരിച്ചിപ്പോൾ 600 ചില്ലാനും 500 കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോഴും കണ്ടോ 1000 താഴേക്ക് പോകുമ്പോഴൊന്നും ഞാൻ ബുക്ക് ചെയ്തില്ല. ഐ സ്റ്റിൽ വെയിറ്റ് ഫോർ മൈ ടാർഗറ്റ്, അല്ലെങ്കിൽ എൻ്റെ ലോസിന് വേണ്ടിയിട്ട്. നമുക്കിതെങ്ങനെ വരുന്നതിന് അപ്ഡേറ്റ് ചെയ്യാം. വീഡിയോ ലെങ്ത് കൂടണം വേണം, ഞാനിപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം ഒരു 10:45. ഇപ്പോൾ നമ്മുടെ ട്രേഡ് ടാർഗറ്റിൽ എത്തിയിട്ടുണ്ട് 1994 രൂപ. നിങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ 1994 രൂപയ്ക്ക് നമ്മൾ പ്രോഫിറ്റിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ആ സ്റ്റോക്ക് ഒരു 500-600 ഞാൻ കാണിച്ചതിന് ശേഷം ഒരു 1500 വരെ പോയി, 1700 വരെ നിങ്ങൾ കണ്ടു. അതിന് തിരിച്ച് 600, 400, 500 വരെ വന്നു. എന്നിട്ട് തിരിച്ച് വീണ്ടും കയറിയിട്ട് 2000 രൂപയ്ക്ക് വന്നു. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇതിലെന്താണ് ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരൊരു 1200, 1300 കാണുമ്പോൾ അതിനുശേഷം സ്റ്റോക്കിന് താഴോട്ട് വരുന്നാണ്ട് കാണുമ്പോൾ അയ്യോ ഉള്ള പ്രോഫിറ്റ് പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു 700-800 രൂപയിലൊക്കെ ബുക്ക് ചെയ്യും. മനസ്സിലായി? അതിനുശേഷം പിന്നെ കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അയ്യോടാ ഞാനത് വിറ്റിരുന്നില്ലെങ്കിൽ ആ സ്റ്റോക്ക് ഇപ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പ്രോഫിറ്റ് കിട്ടിയിരുന്നെങ്കിൽ പറയും. ഇതാണ് സൈക്കോളജി. ഈ സൈക്കോളജിനെ വിൻ ചെയ്താലേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാകാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് 5 years എന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഇതൊക്കെയാണ് ആപ്പ് സ്റ്റോക്കും സീറോതൊക്കെ യൂസ് ചെയ്തിരുന്നതാണ്. പക്ഷേ ഞാൻ എപ്പോഴും ഈ ബ്രാക്കറ്റ് ഓർഡറിനെ ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്ന ആളാണ്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെലക്ട് ചെയ്ത് വെക്കുക, ടാർഗറ്റ് സെലക്ട് ചെയ്ത് വെക്കുക. അതിപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ആവുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുക. ഇപ്പം ഞാനിപ്പോൾ ട്രാവൽ ചെയ്യായിരുന്നു. ഞാൻ ട്രാവലൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നു. ഞാൻ നേരത്തെ വീഡിയോയുടെ ഞാൻ പൗസ് ചെയ്തതിന് ശേഷം റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നു. അതിനുശേഷം ഞാൻ ഇടയ്ക്ക് ഇത് ഓപ്പൺ ചെയ്തപ്പോഴേക്കാണ് എൻ്റെ ടാർഗറ്റിൽ ഹിറ്റായിട്ട് എനിക്ക് പ്രോഫിറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്, വളരെ ഈസിയാണ്. ശരിക്കും ബ്രാക്കറ്റ് ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ട്രേഡേഴ്സിനുള്ളൊരു വരമാണ് സത്യത്തിൽ. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ 5 years പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് തന്നെ ചെറിയ രീതിയിലൊക്കെ എൻ്റെ സപ്പോർട്ടുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം എൻ്റെ ടൈം കിട്ടുന്ന പോലെ. കാരണം എൻ്റെ ത്രൂ ലിങ്കിൽ കൂടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതാണല്ലോ. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ 5 years അക്കൗണ്ട് എടുക്കുക. ഓക്കെ. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ചാർട്ട് കൂടി കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ. സോറി ഗൈസ്, ഇവിടെ റിലേറ്റീവിൻ്റെ വീടിൻ്റെ അവിടെ നെറ്റ് ഇത്തിരി സ്ലോ ആണ്. അപ്പോൾ എനിക്ക് പറ്റും തോന്നുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ലൈവ് ട്രേഡ് വീഡിയോസിൽ ഇനി വേറെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആവശ്യപ്പെടുക. ഓക്കെ. താങ്ക് യു സോ മച്ച്.